വഞ്ചിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നിടത്തെല്ലാം നിഷ്കളങ്കനായ പ്രസിഡന്റ് മരക്കാർ ഒപ്പുവെച്ചു കൊടുത്തു. ഇതിന് ഈ 1.5 സെന്റ് സ്ഥലം പള്ളിക്ക് തന്നതിന് സാക്ഷി ഒപ്പിടണമല്ലോ, അതിന് ഞാൻ വിളിച്ചു വിട്ടു. അതും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പള്ളിക്ക് സ്ഥലം തന്നെ ഞാൻ എല്ലാം പറഞ്ഞു പോയി. അവിടെ ചെന്ന് കുതിരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ആരും എന്റെ അടുത്ത് വന്നില്ല. ഒരാൾ വന്നിട്ട് തന്നെ അവിടെ ഇറ്റി ഇതിലൊക്കെ ഇടാൻ പറഞ്ഞു. സാക്ഷി അപ്പൊ എനിക്കറിയാം സാക്ഷി എന്ന് പറഞ്ഞാലല്ല പള്ളിക്ക് സ്ഥലം കിട്ടണല്ലേ പ്രതിപ്പെടുത്തിയാണ്. അതിനുശേഷം പിന്നെ മിണ്ടാട്ടൊന്നുമില്ല, കണ്ടിട്ടില്ല, കാണില്ല, മിണ്ടലില്ല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ലഭിച്ച തുക ക്രെഡിറ്റായ അക്കൗണ്ടിൽ സീറോ ബാലൻസ് എന്ന മെസ്സേജ് വരുമ്പോഴാണ് മരക്കാറിന് തനിക്ക് പറ്റിയ ചതി ബോധ്യപ്പെടുന്നത്. പിന്നെ ഞാനിത് അറിയുന്നത് എനിക്കൊരു മെസ്സേജ് വന്നു, ഈ സീറോ ബാലൻസ് ആയി പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് മൊബൈലിൽ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവിടുത്തെ കമ്മിറ്റി മറ്റുള്ളവരോടൊക്കെ ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഇടക്കാലത്ത് വെച്ചാൽ ഈ ഹൈവേക്ക് പൈസ വന്നപ്പോൾ ഈ പള്ളിയുടെ പേരാണ് ആ 3 ആധാരത്തിന്റെ അതേ പേരിൽ പനങ്ങാടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് പൈസ വരുന്നു. ഈ പൈസ വന്നപ്പോ ഇപ്പോഴത്തെ അന്നത്തെ പ്രസിഡന്റായിരുന്ന മക്കാരിക്ക, അന്നത്തെ സെക്രട്ടറി ലത്തീഫ് മാഷ്, വേറെ 3ാമതൊരാളെ ഇവർ MAT നിന്ന് കൊണ്ടുവരും. റഷീദ് വെൽഫെയർ പാർട്ടിയുടെ കൈപ്പമംഗലം പ്രസിഡന്റാണ് ആദ്യം. 2 കോടി എന്റെയും ഈ റഷീദ് മാഷിന്റെ പേരിലാണ് അക്കൗണ്ട്. അത് അറിയാല, പാൻ കാർഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് MATയുടെ പാൻ കാർഡ് ഉപയോഗിക്കും. അന്ന് അയാളും ഈ റഷീദ് മാഷ് എന്ന് പറയുന്ന MATയുടെ സെക്രട്ടറി ആ കാലം. അങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ സൈൻ ചെയ്യുന്നത് ഞാനും ഈ റഷീദ് മാഷ് വന്നു. ഈ ചെക്ക് ബുക്ക് ഇരിക്കുന്നതൊക്കെ ഇതിലെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് ഈ ചെക്ക് ആവശ്യം വരുമ്പോൾ ഇയാൾ ബാങ്ക് ചെക്കായിട്ട് എന്റെ വീട്ടിൽ വരും. ബാങ്ക് ചെക്കായിട്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ പറയും ഇത് പ്രോപ്പർട്ടി വാങ്ങുന്ന കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരായിട്ട് എന്തോ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്നും ഞാനില്ല, അതിന് അവർക്ക് അഡ്വാൻസ് കൊടുക്കാനാണ് എമൗണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ എഴുതും എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ റഷീദ് മാഷ് ഒപ്പിട്ട ചെക്കല്ലേ നേരിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു 4-5 ചെക്ക് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, ഓർമ്മയില്ലെങ്കിൽ 4-5 ചെക്ക് ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ഒരു നോട്ടീസ് ഇറക്കി മക്കാരിക്ക, ഉമ്മർക്ക, ഈ ഷാജി, ഈ 3ാം നോട്ടീസ് ഇറക്കിയപ്പോഴാണ് ഞങ്ങൾ ഇക്കാത്തത്. അപ്പൊ ഈ നോട്ടീസ് ഇറക്കണതിന്റെ 2 ആഴ്ച തൊട്ട് ഞാൻ ലത്തീഫ് മാഷോട് ഈ പള്ളിയിൽ ഇവിടെ പൈസ കിട്ടിയ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങോട്ട് പിന്തോട്ടം സ്കെച്ചിൽ ഞാൻ ഇറങ്ങിയതപ്പ പള്ളി വകകൾ മാത്രമല്ല പള്ളി തന്നെയും നഷ്ടപ്പെട്ടു എന്ന സത്യം ആ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഈ പള്ളിയുടെ നികുതിയുടെ കാര്യത്തിന് വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് പള്ളി മസ്ജിദും ഭൂമി അടക്കം രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ട്. ഉടനെ വന്നപ്പോൾ ഈ ഇവിടുത്തെ സെക്രട്ടറിയുടെ പേരിലേക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ഖാന്റെ പേരിലേക്കും ഈ പള്ളിയും ഈ സ്ഥലവും രജിസ്റ്റർ ചെയ്ത് ആധാരം ചെയ്യുന്ന അറിയും. 2022 ഡിസംബർ 23-ാം തീയതി 2022 ഡിസംബർ 23-ാം തീയതിയാണ് രജിസ്ട്രേഷൻ നടന്നേക്കുന്നത്. പൈസ വരുമ്പോൾ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടതോടെ നഷ്ടപരിഹാരമായി ലഭിച്ച തുകയിൽ നിന്ന് പള്ളി വരുമാനത്തിനു വേണ്ടി ഫ്ളാറ്റുകൾ വാങ്ങിയെന്നാണ് ലത്തീഫും സംഘവും പള്ളി കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയത്. ഇവര് ബിൽഡിംഗ് എടുത്തു പറഞ്ഞു. ഞാൻ എറണാകുളത്ത് സൗത്തിലാണ് ബിൽഡിംഗ്. ഞാൻ പോയി നോക്കിയപ്പോൾ എന്താണ് ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ പിടിച്ചപ്പോൾ ആ കാശ് കൊടുത്താൽ വലിക്കാൻ പറ്റില്ല. കാരണം വെറും മദ്യക്കും ബൂഹുകളും കൂടും. അതിന്റെ പോട്ടന്റെയും അങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. ഈ ഹൈവേന്റെ പൈസ ഹൈവേന്റെ പൈസ കൊടുത്താൽ 2.5 കോടിക്കൊന്നും അവിടെ ബിൽഡിംഗ് ഇല്ല. പക്ഷേ 2.5 കോടി എന്ന് പറയും. നമുക്ക് ഇതിന്റെ ആക്കും ഇതൊന്നും അറിയില്ല. ഞാനും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്. ആകെ 3 സെന്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലം അത്രയും വിലയില്ല അവിടെ. അത് ബിൽഡിംഗ് സ്ഥലം അവിടെ വില അവിടെ ഇല്ല. അപ്പൊ അതിലും ഇവര് വെട്ടിപ്പാട്ടിട്ടുണ്ട്. ഒരു വേള അതെല്ലാം തിരിച്ചു നൽകാമെന്ന് പോലും എഴുതി ഒപ്പിട്ടു നൽകി. പക്ഷേ എല്ലാം ജമാഅത്തിന്റെ